ചോദിക്കുന്നത് എന്താണ് ഈ പേടിയാണോ? കൊച്ചു കുട്ടികളെ വരെ പേടിയാണോ? വൈറൽ താരം മുഹമ്മദ് സിയാന്റെ കുട്ടി സഖാവ് എന്ന അക്കൌണ്ടും മെറ്റ പൂട്ടി. ഇൻസ്റ്റഗ്രാമിൽ കുട്ടി സഖാക്കൾ എന്ന പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് അതെ, UDF സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശന്റെ കുഞ്ഞമ്മയുടെ മോനാണല്ലോ മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും വിവരം വേണ്ടേ സഖാവെ നിങ്ങൾക്ക്? നിങ്ങൾ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമ്മുടെ വയസ്സ് കൂട്ടി വെക്കാം. പക്ഷെ നിരന്തരമായി കുട്ടികളുടെ വീഡിയോ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ വന്നു കഴിഞ്ഞാൽ മെറ്റയ്ക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാരെയും സഹായമൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത്. പിന്നെ എന്റെ പൊന്നുമക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ കുറെ അന്ധകമ്മികൾ കാണും. ലാൽ സലാം സഖാക്കളെ എന്ന് പറയാനും നിങ്ങളെ പുകഴ്ത്താനും. മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓരോ മനുഷ്യനും അവന്റേതായ രാഷ്ട്രീയ ബോധമുണ്ട്, നിലപാടുകളുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട സമയമാണ്. ഈ പറഞ്ഞ നേതാക്കളുടെ മക്കളൊന്നും ഇതുപോലെ അവർ വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും കാണിക്കുകയോ ഇല്ല. അവർ നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ ജീവിക്കുന്നവരാ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാവി കളയുന്നത്? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമാവുമ്പോൾ, 18 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിലാവുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമാവുമ്പോൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങളിപ്പോൾ പഠിക്കേണ്ട സമയമാണ്. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട കമ്മികൾ ഇന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അവസ്ഥ? ഈ പറഞ്ഞ സഖാക്കളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം നേടി വലിയ വലിയ രാജ്യങ്ങളിൽ പോയി നല്ല നിലയിൽ ജീവിക്കുന്നവരാ ഈ സപ്പോർട്ട് ചെയ്തും വീഡിയോ എടുത്തും കാണിക്കുന്നത്. കുറച്ചെങ്കിലും മാന്യത വേണ്ടേ സഖാക്കളെ നിങ്ങൾക്ക്? നമ്മൾ പോരാടേണ്ടത് ഒരു മനുഷ്യന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വ്യക്തി താല്പര്യത്തിനു വേണ്ടിയോ ഒരു മതത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനു വേണ്ടിയോ അല്ല നമ്മൾ പോരാടേണ്ടത്. നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ UDF സർക്കാർ കാണിക്കുന്നത് തെറ്റാണ്, ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. അടുത്ത LDF സർക്കാർ വരും. LDF സർക്കാർ കാണിക്കുന്നത് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താൻ വീണ്ടും അവസരമുണ്ട്. കാരണം നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ്, രാജഭരണമല്ല അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും അമ്മയും അച്ഛനും ഇതുപോലെ മക്കളുടെ വീഡിയോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുമോ? ഇതുപോലെ ഏതെങ്കിലും സഖാക്കളുടെ മക്കൾ ഇതുപോലുള്ള വീഡിയോ ചെയ്താൽ അവർ സപ്പോർട്ട് ചെയ്യുമോ? നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആരും ഇതുപോലെ ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം. നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ അവരെ പഠിക്കാനുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. സ്പോർട്സിന് കഴിവുണ്ടെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ ഇതുപോലെ അന്തം കമ്മികൾ കാണും സപ്പോർട്ട് ചെയ്യാൻ. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെയും ഇതുപോലെ അവർ ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ ആയിത്തീരാൻ ആരും പ്രാർത്ഥിക്കുകയുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.